ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയുണ്ട് വിശേഷം ഡിയേഴ്സ്? അപ്പോൾ എനിക്കിവിടെ ഒരു വിശേഷമുണ്ട്. ഇന്ന് January 14th എൻ്റെ ഏവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ഏവൻ്റെ ബർത്ത്ഡേക്കും ഞാനൊരു വീഡിയോ ചെയ്യാറുണ്ട്. എനിക്ക് അവൻ്റെ ആ ഒരു വർഷത്തെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യല്. ഈ പ്രാവശ്യം ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് മെസ്സേജ് വഴിയൊക്കെ ചോദിക്കലുണ്ട് ഏവൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്. ഒരുപക്ഷെ ഞാൻ അവൻ്റെ എല്ലാ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ അവൻ്റെ വീഡിയോസിലിടയ്ക്ക് കാണുന്നത് കൊണ്ടായിരിക്കും ആദ്യം മുതലുള്ള അവനെ കണ്ട ആളുകൾക്ക് അവൻ്റെ ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് മനസ്സിലാകുന്നത്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാവേ, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. സ്കൂളിൽ പോണ്ട, പഠിക്ക വേണ്ട, ഹോംവർക്കൊന്നും ചെയ്യണ്ട, സ്കൂളിൽ പോണ്ടേ? എങ്ങനെയുണ്ട് ഡിയേഴ്സ്? ഇത് ഇപ്പോൾ എല്ലാവരും കേൾക്കുമ്പോൾ വിചാരിക്കും ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, എല്ലാ കുഞ്ഞുങ്ങളും ഇതുപോലെയൊക്കെ പറയുന്നതല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങളുടെ ഏവനൊന്ന് എനിക്ക് തോന്നുന്നു ഒരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു വർഷം അത്രേ. അതായത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ കഴിഞ്ഞ 2023 January 14 ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ ഏവൻ എനിക്ക് തോന്നുന്നു കുഞ്ഞ് വേർഡ്സ് മാത്രമായിരുന്നു അവൻ പറഞ്ഞിരുന്നത്, സെൻറ്റൻസും പിന്നെ അവൻ്റെ നീഡ്സും വളരെ കുറഞ്ഞ ഒരു ഇതിൽ മാത്രം. അതായത് അവൻ്റെ നീഡ്സ് ആണെങ്കിലും അവൻ നമ്മൾ കണ്ട് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ഇതിലേക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അവൻ്റെ നീഡ്സ് അവൻ തന്നെ പറഞ്ഞു തുടങ്ങി, അവൻ സെൻറ്റൻസ് പറഞ്ഞു തുടങ്ങി, സിറ്റുവേഷൻ മനസ്സിലാക്കി അവൻ സംസാരിക്കാൻ തുടങ്ങി, ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവനും പഠിച്ചു. അങ്ങനെ കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അവൻ ഈ ഒരു വർഷ കാലഘട്ടങ്ങളിൽ. അത് ഒരൊറ്റ ദിവസം കൊണ്ട് നേടിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ഒരു 4-5 വർഷമായിട്ട് അവന് 5 ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു 6-7 വർഷമായിട്ട് അവനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ഡെയിലി റൊട്ടീനിൽ അവനെ ട്രെയിൻ ചെയ്ത് അവനെ പ്രാപ്തനാക്കിയ കുറേ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അവൻ ഇത്രയും ഒരു മാറിപ്പോയത്. ഞാൻ എന്താ പറയുക, അവൻ ഉണ്ടായ സമയത്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് സ്കാനിങ്ങിൽ അറിഞ്ഞിരുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം. ഓക്കെ, പക്ഷെ ഞാൻ സ്കാനിങ്ങിലൊന്നും അറിഞ്ഞിരുന്നില്ല. ഓട്ടിസം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഒരിക്കലും നമുക്ക് സ്കാനിങ്ങിൽ അറിയാൻ പറ്റത്തില്ല. നമ്മളൊരു നോർമലി ഇപ്പം എല്ലാവരും ഓട്ടിസം എന്ന് പറഞ്ഞൊരു അവസ്ഥയെ കാണുന്നത് MR ഒക്കെ പോലെയാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഡൗൺ സിൻഡ്രോം പോലെയൊന്നും അല്ല. ഫേസിലോ അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജിലോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ പല കാര്യങ്ങളും ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ്റെ സെൽസ് ഡാമേജ് ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അത് ഒന്നല്ലെങ്കിൽ അവരുടെ ഒരു DNA പ്രോബ്ലം കാരണം, ജീനിൻ്റെ ഒരു ഇതിലോ, അതല്ലെങ്കിൽ അവരിൽ ആ ഒരു സമയത്തേറ്റ എന്തെങ്കിലും മെഡിസിൻ്റെയോ അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ എനിക്കുണ്ടായ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടോ ഒക്കെ അങ്ങനെയാണ് സാധാരണ ഓട്ടിസം വരാറുള്ളത്. അത് നമുക്ക് സ്കാനിങ്ങിലൂടെ അറിയുക എന്ന് പറയുന്നത് ഞാനായിരുന്ന സമയത്തൊന്നും അത് അറിയാൻ പറ്റത്തില്ലായിരുന്നു. ദെൻ ഞാൻ അവനെ ഓട്ടിസം ആണെന്ന് ഞാൻ അറിഞ്ഞത് അവനൊരു 1.25 വയസ്സുള്ള സമയത്താണ്. അതായത് അഖില് ഞങ്ങളുടെ അടുത്തല്ലായിരുന്നത് കൊണ്ട് അഖിലിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് എടുക്കുമായിരുന്നു ഏവൻ്റെ. അപ്പോൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഇപ്പം സാധാരണ മുന്നൊക്കെ കുറച്ച് എപ്പോഴും നമ്മളെ നോക്കി ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയും തോറും അവൻ്റെ കണ്ണുകൾ നമ്മളെ നോക്കാതായിരിക്കുക, ഐ കോണ്ടാക്റ്റ് ഇല്ലാതായിരിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴും അവൻ വാക്കുകൾ സംസാരിക്കേണ്ട സമയത്ത് ഇപ്പം അതായത് വാക്കുകളായിട്ട് പറയേണ്ട ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ അത് പറയാതിരുന്ന സമയത്തോഴും പിന്നെ അവൻ്റെ മോട്ടോ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായിരുന്നു. സാധാരണ ഒരു 7 വയസ്സിലൊക്കെ ഇവൻ അത്യാവശ്യം പിടിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റെപ്പൊക്കെ അവൻ കയറുമ്പോൾ അവൻ സത്യം പറഞ്ഞാൽ വീണിട്ടില്ല നടക്കുമ്പോഴൊന്നും. അവൻ്റെ മോട്ടോ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായിരുന്നു, എന്നാൽ ബാക്കി ഡെവലപ്മെൻറ്റ്സ് വളരെ സ്ലോ ആയിരുന്നു. സോ ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ഇത് തോന്നുമല്ലോ. ഞാൻ പിന്നെ ഓൾറെഡി നേഴ്സ് ആയതുകൊണ്ടും നമുക്ക് ഒരു എന്തോ സംതിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് തോന്നില്ലേ? അങ്ങനെ തോന്നിയിട്ട് ഞാൻ അവനെ ആദ്യം കാണിച്ചത് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു നേഴ്സ് ആയതുകൊണ്ടും ഹോസ്പിറ്റലുകളെ കുറിച്ച് കുറച്ചും കൂടെ അറിവുള്ളതുകൊണ്ടും ഞാൻ ഫസ്റ്റ് കാണിക്കുക ആ ഒരു
അങ്ങനത്തെ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ ജില്ലാ ഹോസ്പിറ്റലിലാണ് ഇവനെ ഫസ്റ്റ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ കാണിച്ച സമയത്ത് ആണ് ഞാൻ ഓട്ടിസം ആണെന്നുള്ളത് ഞാൻ സ്ഥിരീകരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് അവനെ പിന്നെ സെക്കൻഡ് കാണിച്ചത് ഐക്കോൺസിലാണ്, ഷൊർണൂരാണത്. ഐക്കോൺസിൽ നിന്നാണ് എനിക്ക് അവൻ്റെ ഡയറ്റിനെ കുറിച്ചുള്ളതും ഫസ്റ്റ് മെഡിക്കേഷൻ ഞാൻ ഇവന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐക്കോൺസിൽ നിന്നാണ്. അവിടെ നിന്നാണ് അവൻ്റെ ഡയറ്റ് പ്ലാൻ കിട്ടിയത് എനിക്ക്. അവൻ്റെ ഡയറ്റ് ആ ഒരു സമയത്ത് മുഴുവനൊക്കെ നന്നായിട്ട്, ഇപ്പോഴും അവൻ്റെ ഒരു ഡയറ്റ് ഒരു മാക്സിമം നമ്മൾ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അവിടെ നിന്ന് എനിക്ക് കുറേ ഡയറ്റിനെ, അതായത് ഏവൻ അത്യാവശ്യം നല്ല വയലൻ്റ് ആയിരുന്നു. നന്നായിട്ട് അവൻ സ്വന്തം ഉപദ്രവിക്കും, നമ്മളെയും കടിക്കുകയൊക്കെ ഭയങ്കരമായിട്ട് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അവന് വേദന അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെയും വേദനയും നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നാലും അത് കരയുകയാണ്, വേദന എടുത്തിട്ടാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ആ ഒരു ഇതൊന്നും അവൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ കൂടെ ഉള്ളവരെ ഉപദ്രവിക്കുമായിരുന്നു, അവൻ സ്വയം ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നൊക്കെ കുറേ ആ ഒരു ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നുള്ള, ഡയറ്റ് ചെയ്യണം, മെഡിക്കേഷൻ എടുക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഞങ്ങൾക്കൊരു ഇത് കിട്ടിയത് ഐക്കോൺസ് എന്നാണ്, ഷൊർണൂർ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ കാണിച്ചത് നിംഹാൻസിലാണ്, ബാംഗ്ലൂർ. അവിടെ ആയപ്പോഴേക്കും ഏവൻ കുറച്ചും കൂടെ, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വലുതായി തുടങ്ങിയായിരുന്നു. അപ്പോഴേക്കും അവൻ എന്താ പറയുക, ഒരു 3-4 വയസ്സ്, 3 വയസ്സ് ആ സമയം. അപ്പോഴേക്കും അവൻ എന്താ പറയുക, കുറച്ചും കൂടെ വയലൻ്റ് ആയി തുടങ്ങിയായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അവിടെ ഡോക്ടറെ കാണിക്കാനിരിക്കുന്ന സമയത്ത് ഏവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതല്ലാതെ ഞാൻ അവനൊന്നും ചെയ്യുന്നില്ല. അപ്പോഴാണ് എന്നോട് ആ ഡോക്ടർ പറഞ്ഞത്, നിങ്ങളെന്താ അവനൊന്നും ചെയ്യാതിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അവന് ഒന്നും വയ്യാത്ത കുഞ്ഞല്ലേ, നമ്മളെങ്ങനെയാണ് ഇതാക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, നോർമലി ഒരു കുഞ്ഞായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തേനെ, എന്തായാലും അവൻ അടിക്കും, ചീത്ത പറയും, ഒക്കെ ചെയ്യത്തില്ലേ. അതുപോലെ തന്നെയാണ് നിങ്ങൾ അവനോട് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ അവൻ അതാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പിന്നെയും അത് തന്നെ ചെയ്യും. അതുകൊണ്ട് ആ സമയത്ത് അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്നെ കടിക്കുമ്പോൾ തിരിച്ച് അവനെ അതുപോലെ കടിച്ചു തുടങ്ങി. അവൻ എന്നെ എപ്പോൾ കടിക്കുന്നോ അപ്പോൾ തിരിച്ച് ഞാൻ അവനെ കടിച്ചു തുടങ്ങി. അപ്പോൾ എന്തായി, പതുക്കെ എന്നെ കടിക്കുന്നത് അവൻ നിർത്തി. അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഓ കുഞ്ഞിനെ കടിക്കുന്ന അമ്മയോ എന്നൊക്കെ ചോദിക്കും. ആ ഒരു സമയത്ത് അവനെ ഞാൻ തിരിച്ച് അങ്ങനെ തന്നെ, അവൻ ആ ഒരു എന്ത് വേദനയിലാണോ അവൻ കടിക്കുന്നത്, പിന്നെ അവന് തിരിച്ച് കടിച്ചു തുടങ്ങിയപ്പോൾ അവൻ എന്താ അത് നിർത്തി തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചിന്തിച്ചു തുടങ്ങി, ഈ പെണ്ണുമ്പിള്ള എന്നെയും തിരിച്ച് ഇങ്ങനെ തന്നെ ചെയ്യുമല്ലോ എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നിംഹാൻസിൽ നിന്ന് അവന് സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ മെഡിക്കേഷൻസും അവിടെ നിന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ കുറച്ച് വയലൻ്റ് ആയതുകൊണ്ട് തന്നെ മെഡിക്കേഷൻസ് സെഡേഷൻസ് ആയിരുന്നു. അപ്പോൾ കാരണം അവൻ ഉറങ്ങത്തില്ലായിരുന്നു. അതായത് ഒരു ദിവസത്തിൽ ഒരു 2 മണിക്കൂർ അവൻ മാക്സിമം, 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ അവൻ മാക്സിമം ഉറങ്ങും, അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൻ എന്താ പറയുക, ഞാനും ഭയങ്കരമായിട്ട് എന്താ പറയുക ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, ഡിപ്രഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, നമ്മുടെ കടന്നു പോകുന്ന അവസ്ഥ വളരെ ഇതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ അവന് കൊടുത്തിരുന്നത് സെഡേഷൻസ് ആയിരുന്നു. അപ്പോൾ അവൻ അങ്ങനെ സെഡേഷനൊക്കെ പിന്നെ സ്പീച്ച് തെറാപ്പി ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാൻ, ആ തെറാപ്പി കൊണ്ടൊരു ഗുണം ഉണ്ടാവാൻ കാരണമില്ലെന്ന്. കാരണം ആഴ്ചയിൽ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏവൻ അങ്ങനെ പെട്ടെന്ന് ഒരാളായിട്ടൊന്നും അടുക്കത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു 6-7 മാസം എടുക്കും അവൻ ആ തെറാപ്പി ചെയ്യുന്നൊരു കുട്ടിയായിട്ടൊന്ന് പരിചയമായി വരുമ്പോഴേക്കും അടുത്ത ആൾ വരും. അപ്പോൾ മനസ്സിലായി. പിന്നെ ഫസ്റ്റ് അവന് മദർ ടാങ്ക് ആണല്ലോ അവൻ പഠിക്കേണ്ടത്. അപ്പം മലയാളം എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ നമുക്ക് കിട്ടാനില്ലല്ലോ, സംസാരിക്കാൻ അങ്ങനെ ആരും അങ്ങനെ സംസാരിക്കാറില്ല. നമ്മൾ പേഴ്സണലി അറിയുന്നവർ സംസാരിക്കുന്നതല്ലാണ്ട് ആ ഭാഷ ഇല്ലല്ലോ. അപ്പോൾ നമ്മളെന്താ വിചാരിച്ചു, നാട്ടിലോട്ട് വരണം എന്ന് തന്നെ വിചാരിച്ചു. നാട്ടിലോട്ട് വരണം എന്ന് വിചാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്, കാരണം ഞാൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലും ഒക്കെ കടന്നുപോയി വന്നൊരു ഇതായിരുന്നു. കാരണം വലിയൊരു 3-4 തുണിക്കടകൾ ഉണ്ടായിട്ട് അതൊക്കെ പൂട്ടേണ്ട ഒരവസ്ഥ വന്ന് ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് ആ ഒരു എൻ്റെ ഡിപ്രഷനിൽ നിന്ന് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കുമാണ് ഏവൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതും കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്നൊന്ന് കയറാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മൈൻഡിൽ നിന്ന് പിന്നെ അപ്പോൾ നാട്ടിലോട്ട് വരണം. കാരണം ഏവൻ ഇങ്ങനെ എപ്പോഴും കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം സെഡേഷൻ കഴിച്ചാൽ അവൻ ഉറങ്ങും, എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ പണി ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങും. പക്ഷെ അതൊരു നന്നായിട്ട് എനിക്കും അഖിലിനും തോന്നിയില്ല. കാരണം അവൻ നല്ല ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പം ഞങ്ങൾ അവനെ ഉറങ്ങാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ആയിപ്പോകുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ എന്താ പറഞ്ഞു വിചാരിച്ചു, നാട്ടിലോട്ടിലെ ചികിത്സകളെ പറ്റി കുറച്ചും കൂടെ അന്വേഷിക്കാൻ തുടങ്ങി.
അങ്ങനെ ഞങ്ങൾ അങ്കമാലിയിൽ അക്യുപഞ്ചറിനെ കുറിച്ച് അറിഞ്ഞു. അഖില് ജോബ് റിസൈൻ വെച്ചു, ഞങ്ങൾ നാട്ടിലോട്ട് പോരാണ്. നാട്ടിലോട്ട് പോരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏവൻ എന്ന് പറയുന്ന ഏവൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏവൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ മുൻതൂക്കം കൊടുത്തു. വേറെ ഒന്നും അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചില്ല. ഭാവി എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും അങ്ങനെതിനെക്കുറിച്ചൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, കാരണം ഞാൻ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തുണിയുടെ ബിസിനസ്സാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് മൂൺ ഗോഡസ് ഉണ്ടാകുന്നതും ഞങ്ങൾ നാട്ടിലോട്ട് പിന്നെയും വന്ന് അങ്കമാലിയിലോട്ട് വന്ന് മൂൺ ഗോഡസ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ആ സമയത്ത് അക്യുപഞ്ചർ സ്റ്റാർട്ട് ചെയ്തു. ആ അക്യുപഞ്ചർ സ്റ്റാർട്ട് ചെയ്ത ആ സമയങ്ങളിൽ ഏവൻ സെഡേഷൻ ഇല്ലാണ്ട് 8-9 മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലൊരു കാര്യമായിരുന്നു. കാരണം ആ ഒരു ചികിത്സയോടുള്ള ഒരു വിശ്വാസ്യത ഞങ്ങളുടെ കൂട്ടി. പക്ഷേ അതിൻ്റെ ഇടയിലും ഞങ്ങൾ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് മീൻസ് ട്രെയിനിങ്സ് ഞങ്ങൾ ഇത് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ അവൻ്റെ ഫുഡ് നന്നായിട്ട് ഡയറ്റ് നല്ല കൺട്രോൾഡായിരുന്നു. അവന് യെല്ലോ ഫ്രൂട്ട്സ് അവൻ കൊടുക്കാറില്ലായിരുന്നു. സ്വീറ്റ്സ്, മിൽക്ക് പ്രോഡക്ട്സ് അവന് കൊടുക്കാറില്ലായിരുന്നു. അതുപോലെ തന്നെ വീറ്റ് ഒന്നും അവന് കൊടുക്കാറില്ലായിരുന്നു. അവന് മിൽക്കിന് പകരം അവൻ കഴിച്ചുകൊണ്ടിരുന്നത് സോയ മിൽക്ക് ആയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചായിരുന്നു. കാരണം അവന് ചെയ്തു കൊടുക്കേണ്ട സമയം ഇപ്പോഴാണ്. അവനൊരു പ്രായമുണ്ട്, ഒരു 7-8 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് അത്രയും ഫലവത്താവില്ല. അതുകൊണ്ട് ആ ഒരു ചെറുപ്പ കാലഘട്ടമാണ് അവൻ്റെ ഏറ്റവും. അപ്പോൾ ഞങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ എന്നല്ല ഞങ്ങൾ നോക്കിയത്, ഏവന് കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക ആയിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അക്യുപഞ്ചർ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ 2020 ലോക്ക്ഡൗൺ വന്നത്. ലോക്ക്ഡൗൺ സമയത്ത് അത് കംപ്ലീറ്റ് അടച്ചു. അപ്പം നമുക്ക് അവൻ്റെ രീതിയിലുള്ള ഫുഡ് കിട്ടാനില്ല. അവൻ്റെ ഡയറ്റ് പ്ലാൻ മൊത്തം മാറി ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ലോക്ക്ഡൗൺ ഓരോ പ്രശ്നങ്ങളുണ്ടാവില്ല. മൂൺ ഗോഡസിനെ സംബന്ധിച്ച് ലോക്ക്ഡൗൺ ബെസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഏവനെ സംബന്ധിച്ച് ലോക്ക്ഡൗൺ വളരെ മോശമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഡയറ്റ് പ്ലാൻ മുഴുവൻ തെറ്റി. അവൻ അതുവരെ ചെയ്ത ട്രീറ്റ്മെൻറ്റ്സ്, അവൻ്റെ ട്രെയിനിങ്സ് എല്ലാം സ്റ്റോപ്പായി. ആ ഒരു 7-8 മാസത്തോളം ഒന്നും ചെയ്യാണ്ട് അവനിരുന്നപ്പോൾ അവൻ പഴയ അവസ്ഥയിലോട്ട് പിന്നെയും തിരിഞ്ഞുപോയി. കാരണം പിന്നെ അവനെ കയറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം മെഡിക്കേഷൻ ഇല്ല, ട്രെയിനിങ്സ് ഇല്ല, അതേപോലെ തന്നെ ഒരു കാര്യങ്ങളും ഇല്ല, ഡയറ്റും പറ്റുന്നില്ല. കാരണം നമ്മൾ വിചാരിച്ച പോലെ ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല. നമുക്ക് വിചാരിച്ച പോലെ സോയ മിൽക്ക് പോയി വാങ്ങി കൊടുക്കാനും സൂപ്പർ മാർക്കറ്റൊക്കെ അറിയാമല്ലോ ലോക്ക്ഡൗൺ കാലഘട്ടം നമ്മുടെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പോൾ പിന്നെയും അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞങ്ങൾ PGസിലേക്ക് നോക്കി. PGസ് ആദ്യം ഞങ്ങളുടെ KC എബ്രഹാം മാസ്റ്റർ റോഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് PGസിൻ്റെ അടുത്ത് വീട് നോക്കി. പക്ഷേ PGസ് സെക്കൻഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ലോക്ക്ഡൗൺ തീരുമ്പോഴേക്കും അവർ വൈറ്റിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ എറണാകുളം ചൂസ് ചെയ്തത്. PGസ് പനമ്പള്ളി നഗറിലായതുകൊണ്ടാണ് ഞങ്ങളുടെ ആ ഒരു ഏരിയ പനമ്പള്ളി നഗർ ഞങ്ങൾ ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പോൾ സ്പ്രിംഗ്ഫീൽഡിലാണ് അവൻ്റെ തെറാപ്പീസ് നടക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ അവന് മെഡിക്കേഷൻസ് കംപ്ലീറ്റ്ലി മാറ്റി. അത് കഴിഞ്ഞ് അവന് 1 വർഷമായി അവൻ്റെ ഡയപ്പേഴ്സ്. കാരണം ഏവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ റൈറ്റ് സൈഡിലെ ബ്രെയിൻ വർക്കിംഗ് അല്ല. അപ്പോൾ അവന് സെൻസേഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വയറ്റിൽ നിന്ന് പോകുന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഡയപ്പേഴ്സ് ആയിരുന്നു അവന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു വർഷമായി അവന് ഡയപ്പർ റിമൂവ് ആക്കിയിട്ട് അവൻ തന്നെ ബാത്റൂമിൽ പോകും. അവൻ്റെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങി. അത് ട്രെയിനിങ്സിൻ്റെ കാര്യമാണ്. അവന് സ്പീച്ച് തെറാപ്പി ഉണ്ട്, ഒക്യുപേഷണൽ തെറാപ്പി ഉണ്ട്, ബിഹേവിയർ തെറാപ്പീസ് ഉണ്ട്. ഈ 3 തെറാപ്പീസാണ് മെയിനായിട്ട് അവന് കൊടുക്കുന്ന തെറാപ്പീസ്. അപ്പോൾ അത് അവനിപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഒരു 3 സെഷൻ ആണ് ഒരു ദിവസം കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ തന്നെ ചെയ്ത് പോകുകയാണ്. ഒരു ഇതിലും ഞങ്ങളതിനെ മുടക്കം വരുത്താം, ഞങ്ങളുടെ ഇല്ലായ്മയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും അതിനെ ഞങ്ങൾ മുടക്കം വരുത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു മുടക്കം വരുത്താൻ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം ഞങ്ങളുടെ ഇല്ലായ്മ സമയത്ത് പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ കാശ് മുടക്കുന്നത്, ആദ്യം നിങ്ങൾക്കുള്ളത് ഉണ്ടാക്കുക എന്നിട്ടല്ലേ എന്നുള്ളത് അവന് കൊടുക്കേണ്ടതെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് ഞങ്ങൾ രണ്ടുപേരും എടുത്ത ചില തീരുമാനങ്ങൾ ഞങ്ങളുടെ മോൻ ഇന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ
ആരെ പോലെ ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ ആവാൻ ശ്രമിക്കുന്നത് ഏവനെ പോലെ തന്നെയാണ്. ഏവനാവാൻ, അതായത് സ്വന്തം മകനാവാൻ, അതിലെനിക്ക് അഭിമാനമുണ്ട് കേട്ടോ. കാരണം എൻ്റെ മകനെ പോലെ എനിക്ക് ആവണമെന്ന് എന്നുള്ളത്. അപ്പം നിങ്ങൾ ചോദിക്കും അതിന് മാത്രം എന്താ അവനിൽ ഉള്ളതെന്ന്. അവനിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിലെ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് കണ്ടിട്ടില്ല ഞാൻ അവനിലെ പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ അവന്. കാരണം അവന് കള്ളത്തരം എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മളെപ്പോലെ എന്താ പറയുക, മനസ്സിലൊന്ന് ചിന്തിച്ചിട്ട് ഒന്ന് പ്രവർത്തിക്കാൻ അവന് അറിഞ്ഞുകൂടാ. അതായത് നോർമൽ കുഞ്ഞുങ്ങളെ പോലെ അവർ മനസ്സിൽ എന്താ വിചാരിക്കണേന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെയൊന്നും അവൻ അറിഞ്ഞുകൂടാ. അവൻ എന്താണോ മനസ്സിൽ അവൻ്റെ ചിന്തിക്കുന്നത്, അവൻ എന്താണോ അത് അവൻ ചെയ്യും. അല്ലാതെ മനസ്സിലൊന്ന് വെച്ച് പുറത്ത് വേറൊന്ന് കാണിക്കുക അതില്ല. പിന്നെ അതുപോലെ തന്നെ അവനൊരു കാര്യം വേണമെങ്കിൽ അവൻ അത് നേടിയെടുക്കുന്ന, അവന് കിട്ടുന്നത് വരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമ്മളോട് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും എന്താ പറയുക, അവൻ്റെ ആ ഒരു കുഞ്ഞ് ഒരു ഇതിൽ അവൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവന് വേണ്ട ഒരു കാര്യം അവൻ എങ്ങനെ നേടിയെടുക്കണം എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ അതിലും വലുത് കൊണ്ടു കൊടുത്താലോ അല്ലെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒന്ന് കൊണ്ടു കൊടുത്താലോ അവൻ അതിൽ വീഴാറില്ല. അവൻ എന്താണോ വിചാരിച്ചത് അത് തന്നെ അവന് വേണം. അല്ലെങ്കിൽ അത് കിട്ടുന്ന വരെ അവൻ അതിനെക്കുറിച്ച് അവൻ ആലോചിച്ച് പറഞ്ഞ് അവനത്, അപ്പോൾ അവനിൽ നിന്നാണ് ഒരു സ്വപ്നം വേണം. ആ സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തെ തന്നെ നമ്മൾ നേടിയെടുക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചത് അവനിൽ നിന്നാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊന്ന് അതിലും മികച്ചത് നമുക്ക് ഇടയിൽ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ സ്വപ്നം എന്താണെന്ന് ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ അങ്ങനെ മറന്നു പോവാതിരിക്കാനായിട്ട് ഞാൻ പഠിച്ചത് എൻ്റെ ഏവനിൽ നിന്നാണ്. രണ്ടാമത് ഞാൻ ഏവനിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏവനെ പോലെ ആവാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ കുറവുകൾ പറഞ്ഞിട്ട് അവൻ ഒരിക്കലും ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വേദന വന്നാൽ, ഒരു വയ്യായിക വന്നാൽ അത് പറഞ്ഞിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവൻ അത്രയും കുറവുകളുള്ളൊരു കുഞ്ഞാണ്. അതായത് അവന് സെൻസേഷൻ അറിയില്ല, അവന് എന്താ പറയുക, അവൻ്റെ റൈറ്റ് സൈഡ് ബ്രെയിൻ ഒട്ടും വർക്കിംഗ് അല്ല. അതുപോലെ തന്നെ അവന് ചിന്താശേഷിയില്ല, അവന് കോമൺ സെൻസ് അറിയില്ല. നെക്സ്റ്റ് അവൻ എന്ത് ചെയ്യണം എന്നുള്ളത് അവൻ ആലോചിച്ച് വിചാരിക്കാനുള്ള കഴിവ് അവനില്ല. എങ്കിൽ പോലും ആ കുറവുകൾ അവനുണ്ട് എന്നുള്ളത് എന്താ പറയുക, സയൻറ്റിഫിക്കലി എനിക്ക് അറിയുന്നത് കൊണ്ട് അതറിയാം. അതല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്കും അവൻ അങ്ങനെയുള്ളൊരു കുഞ്ഞാണെന്ന് അവൻ കണ്ടാൽ അറിയത്തില്ല, അവൻ്റെ പ്രവൃത്തികൾ കണ്ടാൽ അറിയത്തില്ല. അവൻ ഒരിക്കൽ പോലും ഞാൻ കുറവുള്ള ഒരാളാണെന്ന് പറഞ്ഞിരിക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അവൻ്റെ കുറവുകളെ കുറിച്ച് അവൻ ബോധേഡല്ല, അവൻ എല്ലാം ഒരാളാണ്. ഈ കുറവൊന്നും കുറവല്ല എന്ന് അവൻ വിചാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവന് ചുറ്റിലുള്ളവർക്കും അത് മനസ്സിലാകാത്തത്. അപ്പം അത് ഞാൻ അവനിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്കൊരു വയ്യായിക വന്നാലും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയാലും ഞാൻ അവനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്കറിയാം അവന് പറ്റുമെങ്കിൽ, ഇത്രയും കുറവുകളുള്ള അവൻ ഇത്രയും കാര്യങ്ങൾ അവന് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല? അപ്പോൾ പിന്നെ എൻ്റെ കുഴപ്പമല്ലേ അല്ലേ? അവൻ എത്ര സൂപ്പറാണെന്ന്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ള ഒരു കാര്യം ഞാൻ അത് അവനിൽ നിന്ന് പഠിച്ചതിനെ, കള്ളത്തരം ഇല്ലാണ്ടിരിക്കാനായിട്ട്. അല്ലെങ്കിൽ അവൻ എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനത് കറക്റ്റായിട്ട് പറയും, കള്ളത്തരങ്ങളില്ല അവന്. അപ്പം ഇതൊക്കെ ഞാൻ അവനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു അഭിമാനമുണ്ട്. സാധാരണ എല്ലാവരും പറയും മാതാപിതാക്കളോട്, അച്ഛനെ പോലെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അമ്മയെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അപ്പുറത്തൊരു വീട്ടിലൊരു കുഞ്ഞിനെ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക, അവൻ്റെ പോലെ പഠിക്കാൻ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ എന്താ പറയുക, ഞാൻ അവനെ പോലെ ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അവൻ എന്ന് കാരണം ഒത്തിരി പ്രൗഡോട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറയുന്ന ഞാൻ അവനുണ്ടായ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പല അമ്മമാരും ഫേസ് ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും സങ്കടങ്ങളും പിന്നെ നാളത്തെക്കുറിച്ച് ഉള്ള നമ്മുടെ കാര്യങ്ങളും എല്ലാം തന്നെ എന്താ പറയുക, നമ്മൾ ഒത്തിരി ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം നമ്മുടെ ആ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, കാരണം ആളുകൾ ഫേസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കും, അവൻ്റെ കുറേ മാനറിസംസ്. അപ്പോൾ എല്ലാവരും നല്ല പുച്ഛഭാവത്തോടു കൂടി നോക്കും. എനിക്കെന്തോ കുറവ് ദൈവം തന്ന പോലെ എന്നൊക്കെ ആ ഉള്ളൊരു ചിന്തയിലൊക്കെ ആ സമയത്ത് ഞാൻ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരായി പോകും. കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളില്ല എന്നല്ല, പക്ഷേ ഇത് ഞാൻ മൈൻഡ് ആക്കാറില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ഞാൻ മുമ്പേ എൻ്റെ മൈൻഡിനെ മാറ്റിയത് കൊണ്ട് തന്നെ ആ അയ്യോ എൻ്റെ കുഞ്ഞ് ഒരു വയ്യാത്ത കുഞ്ഞാണല്ലോ എന്നുള്ള ചിന്തയിലൂടെയൊക്കെ ഞാൻ എന്താ പറയുക നോക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഡിപ്രഷനിലോട്ട് നിന്ന് പോവാനായിട്ട് ദൈവം എന്നെ
ഇട്ടില്ല, ഞാൻ കര കയറി വന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ലേബിൾഡ് ആയിട്ടുള്ള അമ്മമാരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഇവൻ്റെ ഒരു വീഡിയോ കണ്ടില്ലായിരുന്നോ? അതായത് ഒന്നും അല്ലാത്തൊരു ഇതിൽ നിന്ന് അവനിപ്പോൾ എന്താ പറയുക, സ്കൂളിൽ പോകണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, സ്കൂളിൽ പോകണ്ട, പഠിക്കണ്ട എന്നൊക്കെ, അതായത് നോർമലി ആ ഒരു കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, പറയാൻ മാത്രം എൻ്റെ ഏവൻ വളർന്നു. അപ്പോൾ നമ്മൾ മികച്ച ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിലും ട്രെയിനിങ്സ് കൊടുക്കുകയാണെങ്കിലും അവരുടെ കുറച്ച് ഫുഡ് ഹാബിറ്റ്സ് നമ്മളൊന്ന് കറക്റ്റ് ആക്കുകയും ചെയ്താൽ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാത്തിലുപരി നമ്മുടെ ഏറ്റവും കെയറിങ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ പലരും ചോദിക്കും ഇതൊക്കെ കൊണ്ട് മാറുമോ എന്നുള്ളത്. ഇതൊക്കെ കൊണ്ടെന്നല്ല, ഇപ്പം ഞാനും അഖിലും എന്നുള്ളത്, ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തു. എന്താ പറയുക, ഒരാൾ ഞങ്ങളുടെ മകൻ്റെ അടുത്ത് എന്തായാലും എപ്പോഴും വേണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി, കാരണം ഒരാൾക്ക് ഏവൻ്റെ അടുത്ത് ഇരിക്കണം, അപ്പോൾ ആൾക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. അതിപ്പോൾ ഞാനാണ് ഇരിക്കണമെങ്കിൽ ആ സമയത്ത് എനിക്കോ, അല്ലെങ്കിൽ അഖിലാണ് ഇരിക്കുന്നെങ്കിൽ ആ സമയത്ത് അഖിലിനോ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ അവനെ പുറത്ത് എവിടെയും ഞങ്ങൾ വിടാറില്ല. ഞങ്ങൾ അങ്കമാലിയിലായിരിക്കുന്ന സമയത്ത് ഒരു ഡേ കെയറിൽ ഏവനെ വിട്ടിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ വരുന്ന സമയത്ത് അവൻ്റെ ചെവി പൊട്ടിയത് കാണാം. അപ്പോൾ അതായത് നമ്മളിങ്ങനെ പിച്ചുമ്പോൾ പൊട്ടില്ലേ അത്. അപ്പോൾ കാരണം അവന് വേദന അറിയാത്തത് കൊണ്ട് അവൻ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാലും അവൻ ആരെങ്കിലും അടിച്ചാലോ അല്ലെങ്കിൽ വേദനിപ്പിച്ചാലോ അവന് പറയാൻ അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അവൻ്റെ ബോഡിയിൽ എന്തെങ്കിലും വരുന്നത് പോലതൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുമ്പോൾ മാത്രമേ ഞങ്ങൾക്കത് മനസ്സിലാകത്തുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേ കെയറിൽ വിടുന്ന സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ എന്തിനാണ് നമ്മളിവിടെ ഇല്ലേ, പിന്നെ എന്തിനാണ് വേറൊരാൾക്ക് കുഞ്ഞിനെ അടിക്കാൻ? അതായത് അവന് അറിയത്തില്ല വേദനയൊന്നും, അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളും ആയിരിക്കില്ല. അവൻ എന്താ ചെയ്തിട്ടുണ്ടാവുക, അവനെ എന്താ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ വെറുതെ ചിലപ്പോൾ കുട്ടികൾ തലൂടെ പിപ്പിച്ചതായിരിക്കാം, മേ ബി, അറിയത്തില്ല. ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. അന്ന് മുതൽ അവൻ ആ ഒരു ഡേ കെയറിൽ വിടുന്നത് ഞങ്ങൾ ഒഴിവാക്കി. ഞങ്ങൾ അതായത് അവന് വേണ്ടിയിട്ട് ഞങ്ങളിൽ ഒരാൾ നിർബന്ധമായിട്ട് അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഞാൻ അല്ലെങ്കിൽ അഖിൽ. ഇപ്പം ഞാൻ ബിസി ആണെങ്കിൽ, ഞാൻ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അഖിൽ ഫുൾ ടൈം അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതല്ല അഖിലിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, അഖിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും. കാരണം ഞങ്ങളിൽ ഒരാളില്ലാണ്ട് അവൻ ഇന്നേ വരെ ഞങ്ങൾ നിർത്തിയിട്ടില്ല. കാരണം പുറത്ത് എങ്ങനെയാണ് അവനെ, കാരണം ദൈവം ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് അവൻ. അപ്പോൾ നമ്മളിപ്പോൾ സ്വർണ്ണമൊക്കെയാണ് ഒരാൾ നമുക്ക് ഗിഫ്റ്റ് തരണമെങ്കിൽ നമ്മളത് പൊന്നുപോലെ പൊന്നുപോലെ തന്നെ കൊണ്ടടക്കില്ല. നമ്മൾ ഷെൽഫിലൊക്കെ വെച്ച് ലോക്കറിലൊക്കെ വെച്ച് അവിടെ ഇവിടെയും കൊണ്ടുവന്നിടുവോ, വല്ലവരും കൊടുക്കാൻ ഏൽപ്പിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ എത്രയോ വിലപിടിപ്പുള്ളതാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത്. ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളുടെ ജീവനേക്കാളും വിലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരുടെ കയ്യിൽ നിന്നല്ലാണ്ട് വേറൊരാളുടെ കയ്യിലോട്ട് അത് കൊടുക്കുക അല്ലെങ്കിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതിനുള്ള അപ്പോൾ എല്ലാവരും വിചാരിക്കും, അത് നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടല്ലേ എന്ന്. അങ്ങനെയുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. ആ ഒരു കാരണം ഞങ്ങൾക്ക് പുറത്ത് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, അപ്പോൾ എന്തായത് അവന് വേണ്ടിയിട്ട് എൻ്റെ സമയം മുഴുവൻ എനിക്ക് കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അഖിലിൻ്റെ സമയം മുഴുവൻ കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു രീതിയിലേക്ക് ഞങ്ങളുടെ അവസ്ഥയെ മാറ്റിയെടുത്തു, ഞങ്ങളുടെ ജോലിയെ ഞങ്ങൾ മാറ്റിയെടുത്തു. അത് എന്താ പറയുക, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പോസിബിൾ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, അവൻ ലൈഫിൽ അവൻ്റെ ഒരു സന്തോഷം, അല്ലെങ്കിൽ അവൻ ആ അവന് കിട്ടിയ ദൈവം കൊടുത്ത അവൻ്റെ ആ ജീവിതം കൊണ്ട് അവൻ എനിക്ക് കാണിച്ചു തരുന്നത് എത്ര സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ്. ഭയങ്കര അവൻ ലൈഫ് എപ്പോഴും എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കുറച്ച് കാര്യങ്ങളെ അവന് വേണ്ടു, വലിയ കാര്യങ്ങളൊന്നും അവന് വേണ്ട. ആ കുറച്ച് കാര്യങ്ങൾ അവന് മതി. ആ ഒരു കുറച്ച് കാര്യങ്ങളിൽ അവൻ നന്നായിട്ട് നല്ല രസത്തിൽ അവൻ ജീവിക്കും. അപ്പം അത് കണ്ടെന്നുള്ള ഞങ്ങളും അതുപോലെ തന്നെ ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അവൻ ആ ഒരു അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അവൻ്റെ കൂടെയുള്ള ഞങ്ങളും അവന് കിട്ടിയതിൽ ഞങ്ങളും ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിഷമം എന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പം ഇല്ല. അയ്യോ ഇവൻ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് വിഷമങ്ങളില്ല. കാരണം അവനിലും ബെസ്റ്റായിട്ടൊന്ന് ദൈവം ഞങ്ങൾക്ക് തരാനില്ല. അത്രയും ബെസ്റ്റായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഇങ്ങനെ ഡിഫറെൻ്റ് ലേബിൾഡായ കുഞ്ഞുമക്കളുടെ അമ്മമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഇതുപോലെ നമുക്ക് നമ്മുടെ നെഗറ്റീവ്സിനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കേ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവ്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അറിവ്, നമ്മുടെ കുഞ്ഞുങ്ങളെ എന്താണെന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ, നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ, അല്ലെങ്കിൽ അവരുടെ നാളത്തെക്കുറിച്ച് ആലോചിച്ചിട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ദൈവം ഇങ്ങനെ തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ദുഃഖിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈഫിൽ എന്താ പറയുക, ദൈവം
നമുക്ക് തന്നിരിക്കുന്ന നമ്മളെ ഏറ്റവും മികച്ചതായതുകൊണ്ട് നമ്മളെ ഏറ്റവും മികച്ചതായതുകൊണ്ട്, കാരണം അത്രയും ക്ഷമ വേണം നമുക്ക്, അത്രയും എല്ലാ ഗുണങ്ങളും നമുക്കുള്ളത് കൊണ്ടാണ് ഇത്രയും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് മാത്രമേ അത് നോക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അത് നോക്കാൻ പറ്റില്ല. നമ്മൾ അതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നോക്കുമെന്ന് തന്നെ ദൈവത്തിന് അറിയാം. അപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് തരാൻ ഭാഗ്യം സിദ്ധിച്ച അമ്മമാരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിഷമമായിട്ടോ അല്ലെങ്കിൽ ഒരു ദുഃഖമായിട്ടോ ഒരു ദുരിതമായിട്ടോ ഒന്നുമല്ല നമ്മൾ കാണേണ്ടത്. അതിനെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവരൊരിക്കലും ഒരു ഭാരവും ഒരു ശല്യമൊന്നും അല്ല കേട്ടോ. അവർ എന്താ പറയുക, അവർ സ്നേഹിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നത് പോലെ വേറൊരാൾക്ക് ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ നമ്മളെ കൂടെ ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം വേറൊരാളും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അനുഭവമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഡിഫറെൻറ്റ് ലേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്ന അമ്മമാരുണ്ട്. ഇപ്പം അങ്ങനെയുള്ള അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല ചെയ്യുന്നത്. അവർ ഈ സമൂഹത്തിന് അവരനുഭവിക്കുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡ്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒരാൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തതിലും വലുതാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരൻസ്, അമ്മമാർ മാത്രമല്ല കേട്ടോ, അച്ഛന്മാരും പാരൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതായത് ഒരു ചെറിയൊരു ഹഗ് മതി, അല്ലെങ്കിൽ ചെറിയൊരു നോട്ടം മതി, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ പുറത്ത് കാണുന്ന സമയത്ത് പുച്ഛത്തോടെ നോക്കാതിരിക്കുക. ഞാൻ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നോട്ടം. അപ്പം പുച്ഛത്തോടെ നോക്കാതിരിക്കുക, സഹാനുഭൂതിയും വേണ്ട. അവരവരുടെ പാട്ടിന് വിട്ടേക്കുക. നമ്മളിങ്ങനെ എന്താ പറയുക, ആ ഒരു നമ്മുടെ സപ്പോർട്ട്, സമൂഹത്തിലുള്ളവർ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അമ്മമാർക്ക് കുഞ്ഞുമക്കളെയും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റും. സങ്കടമില്ലാതെ, വിഷമമില്ലാതെ, ഒരു മനസ്സിലൊരു ദുഃഖം ഒന്നും ഇല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അതിന് കൂടെ ഉള്ള നമ്മുടെ സമൂഹം കൂടെ കുറച്ചും കൂടെ ഒന്ന് മനസ്സ് വെച്ചാലും മതി. സഹാനുഭൂതിയല്ല ആവശ്യം, അവർക്ക് സപ്പോർട്ടാണ് ആവശ്യം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക. അപ്പം ഈ ബർത്ത്ഡേയിൽ എനിക്ക് ഇത്രയും എന്താ പറയുക, നിങ്ങളോട് ഏവനെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ. കാരണം ഏവനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കധികം പറയാനുണ്ട്. എത്ര പറഞ്ഞാലും അത് തീരില്ല. ഇന്ന് മുഴുവൻ വേണമെങ്കിൽ ഞാൻ മൈക്ക് പിടിച്ചുകൂടിയിരിക്കും. കാരണം അത്രയ്ക്കധികം ഉണ്ട്. ഈ ഒരു ബർത്ത്ഡേക്ക് 9 വയസ്സിൽ ഏവൻ നിൽക്കുമ്പോൾ ഏവൻ എന്താ പറയുക, ഒത്തിരി മാറ്റങ്ങൾ വന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും ചെയ്ത കാര്യങ്ങൾ എല്ലാം എന്താ പറയുക, ദൈവം ആ ഒരു ഇതിലേക്ക് എത്തിച്ചു. അല്ലെങ്കിൽ അവൻ ഏറ്റവും മികച്ചതായിട്ട് അവൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാം ബാത്റൂമിൽ പോവുക, ഫുഡ്, എല്ലാ കാര്യങ്ങളും ചെയ്യുക, സെൻറ്റൻസുകൾ പറഞ്ഞു തുടങ്ങി, അവൻ്റെ നീഡ്സ് പറഞ്ഞു തുടങ്ങി. അതായത് അവൻ കോമൺ സെൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മനസ്സിലാവാൻ തുടങ്ങി. അതിനനുസരിച്ചിട്ട് അവൻ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെടുകയാണെന്ന് വിചാരിക്കും, അവനോട് അവൻ കുറുമ്പ് കാണിക്കുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും. അപ്പോൾ അവനോട് എടുത്തൊഴുക്കി ചോദിക്കും, എനിക്ക് എന്താ ഇത്ര ദേഷ്യം എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ചിരി വരും നമുക്ക്. സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ വലിയ മികച്ച നേട്ടമാണ് അതൊക്കെ. അവനങ്ങനെ പറയുന്നത്, അങ്ങനെ കാണിക്കുന്നത് എല്ലാം തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അവൻ്റെ ഈ 9ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒന്നാണ്. ഏവൻ ഞങ്ങളുടെ മകനായിട്ട് ജനിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഏവൻ ഐ ലവ് യു. ഞാൻ എല്ലാ വർഷവും ഞാനിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നത് നിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും നീ മനസ്സിലാക്കാനായിട്ട്. ഒരിക്കലും ഈ വീഡിയോ ഒക്കെ എല്ലാം നീ കാണുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നീ അറിയണം, നിനക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിന്നിൽ ഞങ്ങൾ എത്ര പ്രൗഡായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ എന്തുമാത്രം ഹാപ്പി ആയിരുന്നു നിന്നിൽ. നീ കൂടെ ഇല്ലാത്തൊരു സെക്കൻഡിനെ കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാൻ കൂടി വയ്യ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നീയാണ് ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. നീയാണ് ഞങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഘടകം. അല്ലെങ്കിൽ ഏവൻ എത്ര പറഞ്ഞാലും എനിക്ക് നിന്നോടുള്ള നന്ദിയും പറഞ്ഞാൽ തീരില്ല. കാരണം എൻ്റെ മകനായി ജനിച്ചതിന് നിന്നോടുള്ളൊരു നന്ദി പറഞ്ഞാൽ എനിക്ക് തീരത്തില്ല. അതേപോലെ തന്നെ എന്താ പറയുക, ദൈവം നിന്നെ ഞങ്ങൾക്ക് തന്നതിന് ദൈവത്തോടുള്ള നന്ദിയും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഇത്രയും ഹാപ്പി ആയിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ, കാരണം എല്ലാ പ്രാവശ്യവും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇമോഷണലി ഭയങ്കര ഇതാവാം. കാരണം അവൻ സംസാരിച്ചിട്ടോ അങ്ങനെയല്ല. പക്ഷേ ഈ പ്രാവശ്യത്തിൽ ഞാൻ ഇമോഷണലി ഇതാവുന്നില്ല. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ ആ ഒരു ഗ്രോത്തിൽ, അവൻ്റെ ഡെവലപ്മെൻറ്റിൽ, ആ ഒരു ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ലേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുമക്കളുള്ള അമ്മമാർ ഒന്ന് ചിന്തിക്കുക.
എല്ലാവർക്കും നമ്മുടെ നെഗറ്റീവ്സ്, നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ്സ് ഇല്ലാത്തവരാരും ഇല്ല. അപ്പോൾ ഇപ്പം നമ്മളിപ്പം ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലാത്ത കുഞ്ഞുങ്ങളെല്ലാവരും ഭയങ്കര മികച്ചതാണോ? അല്ലല്ലോ. അപ്പോൾ നമുക്ക് കുറവുകളുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കുറവുകൾ ഭയങ്കര വലിയ കുറവുകളൊന്നുമല്ല. അതിനെ കുറവുകളായിട്ട് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് സങ്കടം വരുന്നത്. അതിന് പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ ഒരു സ്ട്രെസ്സ്, ഫ്രസ്ട്രേഷനൊക്കെ നമുക്ക് മാറ്റി ആ ഒരു ഡിപ്രഷനിലോട്ട് പോവാതിരിക്കാൻ നമുക്ക് സാധിക്കും. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. അപ്പോൾ എൻ്റെ ഏവന് ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അവൻ ഏറ്റവും ബെസ്റ്റായി തന്നെ അവൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവൻ അച്ചീവ് ചെയ്ത്, അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്ന അവൻ വിചാരിക്കുന്നത് എന്താണോ അതായിത്തീരാൻ ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. ദൈവം അവൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കും അവൻ്റെ കൂടെ നിൽക്കാനായിട്ട് ദൈവം കുറേ കാലങ്ങളിൽ അവൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അവൻ്റെ സ്വപ്നങ്ങളിൽ പങ്കുചേരാനും ദൈവം ഞങ്ങളെയും അനുഗ്രഹിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏവൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഐ ലവ് യു സോ മച്ച്. അതുപോലെ തന്നെ നിനക്ക് ഒത്തിരി നന്ദി പറയാണ് നീ ഞങ്ങളുടെ മകനായി ജനിച്ചതിന്. താങ്ക് യു ഏവൻ. ഐ ലവ് യു.